യുവമോർച്ചയുടെ പ്രതിഷേധമാണ്. PSC വിഷയത്തിൽ കളക്ടറേറ്റ് മുന്നിൽ ജലപീരങ്കി പ്രയോഗം നടക്കുന്നു. ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം പുരോഗമിക്കുമ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു പ്രവർത്തകർക്ക് നേരെ. അരുൺ കൂപ്പർമ്പ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ കാസർഗോഡും കളക്ടറേറ്റിന് മുന്നിലേക്കുള്ള പ്രതിഷേധമാണ്. സംഘർഷ സാഹചര്യമുണ്ടോ അരുൺ? സ്മൃതി, PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച്, ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. അതിനുശേഷമാണ് പോലീസ് ഒരു റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോഴും ഈ പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പ്രവർത്തകർ നമ്മൾ കാണുന്നത് പോലെ കളക്ടറേറ്റ് കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. നിലവിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. പക്ഷേ ആ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. നേരത്തെ തന്നെ ഈ മാർച്ചിൽ സംഘർഷമുണ്ടാകും എന്ന തരത്തിലുള്ള പോലീസ് ഉണ്ടായിരുന്നു. വലിയ പോലീസ് വിന്യാസമാണ്. എറണാകുളം കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിലേക്കും പ്രതിഷേധമുണ്ട്. സംസ്ഥാന വ്യാപകമായി യുവമോർച്ചയുടെ പ്രതിഷേധമാണ്. ഒരു വശത്ത് കാണുന്നത് എറണാകുളം കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിലെ പ്രതിഷേധമാണ്. അർജുൻ മട്ടനും വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ എറണാകുളത്തും യുവമോർച്ചയുടെ പ്രതിഷേധമാണ്. സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ? സ്മൃതി, സംസ്ഥാന വ്യാപകമായി PSC ക്രമക്കേട് ഉന്നയിച്ചുകൊണ്ട് യുവമോർച്ച മാർച്ച് നടത്തുന്നുണ്ട്. എറണാകുളം കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്കാണ് യുവമോർച്ച മാർച്ച് നടത്തുന്നത്. മേനകയിൽ നിന്ന് തുടങ്ങിയ മാർച്ച് കണയന്നൂർ താലൂക്ക് ഓഫീസിന് സമീപത്ത് ജില്ലാ കോടതി പരിസരത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയാണ്. എന്തായാലും ഈ ബാരിക്കേഡ് മറികടക്കാൻ വേണ്ടി പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഇതിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കണം, അതോടൊപ്പം തന്നെ PSCയിലെ അഴിമതിക്കാരെ പുറത്താക്കണം, കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണം, ഒഴിഞ്ഞ തസ്തിക കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം എന്നീ ആവശ്യങ്ങളാണ് യുവമോർച്ച പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ യുവമോർച്ചയുടെ മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. വലിയതോതിൽ തന്നെ പോലീസ് സന്നാഹം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട പാതയാണ്. നേരത്തെ തന്നെ ഗതാഗതം തിരിച്ചുവിട്ടുകൊണ്ട് ഇവിടെ മറ്റ് ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ജലപീരങ്കി അടക്കമുള്ള സംവിധാനങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന യുവമോർച്ച പ്രവർത്തകരാണ് ഇപ്പോൾ മാർച്ചുമായി കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് എത്തിയത്. എന്തായാലും പോലീസ് മാർച്ച് തടയുന്നു. അതോടൊപ്പം തന്നെ പ്രവർത്തകർ പ്രതിഷേധവുമായി മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പോകാനുള്ള ശ്രമങ്ങൾ. സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധമാണ്. എറണാകുളം കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിലും ഒപ്പം തന്നെ കാസർഗോഡ് നിന്നുള്ള പ്രതിഷേധമാണ് കണ്ടത്.